പ്രേക്ഷകർ പലപ്പോഴും പലയിടങ്ങളിലെയും പ്രശ്നങ്ങൾ യൂട്യൂബ് കമന്റായും വാട്സാപ്പിലൂടെയും ഒക്കെ നമ്മളെ അറിയിക്കാറുണ്ട്. പലയിടങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരാനും ആ പ്രശ്നം എന്താണ് എന്നുള്ളത് അധികൃതരിലേക്ക് എത്തിക്കാനും ഒക്കെ പരിശ്രമിക്കാറുമുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ ജെറിൻ ജോൺസൺ കഴിഞ്ഞ ദിവസം കമന്റിലൂടെ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഞാനത് പ്രേക്ഷകരോട് പറയുകയും ചെയ്തിരുന്നു. ചിലർക്കെങ്കിലും ഓർമ്മ കാണും. ജെറിന്റെ വീടിന് മുന്നിലെ പഞ്ചായത്ത് റോഡ് തകർന്നത് മൂലം പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് വീൽചെയറിലായ ജെറിൻ എന്നതായിരുന്നു ആ സന്ദേശം. മസ്കുലാർ ഡിസ്ട്രോഫി ബാധിതനായ മടപ്ലാത്തുരുത്ത് സ്വദേശി ജെറിന്റെ ആ അവസ്ഥ എന്താണെന്നറിയാൻ ഞങ്ങൾ അവിടേക്ക് പോയി. പലതവണ പരാതി നൽകിയിട്ടും ഈ തകർന്ന റോഡ് നേരെയാക്കാൻ പഞ്ചായത്ത് നടപടി സ്വീകരിച്ചില്ല എന്നാണ് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ജെറിൻ ജോൺസൺ ഞങ്ങളോട് പറഞ്ഞത്. ഷാബാസ് അഹമ്മദാണ് ജെറിനെ കാണാൻ പോയത്. റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പറവൂർ മടപ്ലാത്തുരുത്ത് സെൻറ് ജോർജ് ചർച്ച് റോഡിലാണ്. ഈ റോഡിൻ്റെ അവസ്ഥ എത്രത്തോളം മോശമാണെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതുവഴി പോകുന്ന യാത്രക്കാരും നാട്ടുകാരും ഒക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. അതിലേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ പ്രദേശവാസിയായിട്ടുള്ള ജെറിൻ ജോൺസൺ എന്ന യുവാവാണ്. ഈ ജെറിൻ ജോൺസന് വീൽ ചെയറിൻ്റെ സഹായത്തോടെ അല്ലാതെ പുറത്തേക്ക് ഇറങ്ങാനാവില്ല. ഈ മസ്കുലാർ ഡിസ്ട്രോഫി ബാധിച്ച ജെറിൻ ജോൺസന് വീൽ ചെയറുമായി ഈ റോഡിലേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. എന്താണ് റോഡിൻ്റെ അവസ്ഥ? കാരണം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല അല്ലേ? നിങ്ങൾ ഈ കാണുന്ന പോലെ തീർത്തും ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയാണ്. ഏതാണ്ട് ജൂലൈ മാസം മുതലാണ് ഈ രീതിയിൽ കുഴികൾ രൂപപ്പെട്ടത്. അന്ന് മുതലേ ഞാൻ പഞ്ചായത്തിലടക്കം അതുപോലെ മുഖ്യമന്ത്രിയുടെ പോർട്ടലടക്കം 4ഓളം തവണ പരാതി കൊടുത്തിട്ടും ഇതുവരെ ഒരു കൃത്യമായിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ല. ഫണ്ടില്ലെന്നുള്ള കാരണമാണ് അവർ മറുപടി പറയുന്നത്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള അവസ്ഥ കണ്ടില്ലേ. ഇപ്പോൾ എനിക്കിപ്പോൾ വീൽ ചെയറിലാണ് സഞ്ചരിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ അതല്ലാതെ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വാഹനം വിളിക്കണമെന്നുണ്ടെങ്കിലും 2 പേര് വേണം എന്നെ വാഹനത്തിലോട്ട് കയറ്റിയിരുത്താനൊക്കെ. ഇത് 2022 ഞാൻ ഇതേ രീതിയിൽ തകർന്നപ്പോൾ ഞാൻ തന്നെയാണ് മുൻപും പരാതി കൊടുത്ത് ശരിയാക്കിച്ചത്. ഇപ്പോൾ ഒരു കറക്റ്റ് ഈ വരുന്ന ഡിസംബർ ഒരു 3 വർഷത്തോളം ആകുന്നേ ഉള്ളൂ. വീണ്ടും അതേ അവസ്ഥയിലേക്കാണ് എത്തിയേക്കുന്നത്. എത്രയും പെട്ടെന്ന് നേരാക്കണം എന്നുള്ള ആവശ്യമാണ്. തീർച്ചയായിട്ടും എത്രയും വേഗം. ഇത് എൻ്റെ മാത്രമല്ല, ഇവിടുത്തെ ജനങ്ങളും നിങ്ങൾ കണ്ടില്ല, ഇപ്പോൾ വന്ന സമയത്ത് തന്നെ എത്രയോ വാഹനങ്ങൾ ഇതിൽ കടന്നുപോയി. എല്ലാവരുടെയും ആവശ്യമാണ് ഇത് എത്രയും പെട്ടെന്ന് റെഡിയാക്കുക എന്നുള്ളത്. അതാണ് ഇനി വരുന്ന ഭരണസമിതി എങ്കിലും ഈ റോഡ് നന്നാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണം. തനിക്ക് വീൽ ചെയറുമായി പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കണമെന്നാണ് ജെറിൻ ജോൺസന് ആവശ്യപ്പെടാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ഹണി തങ്കപ്പനൊപ്പം റിപ്പോർട്ടർ ഷാബാസ് അഹമ്മദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. അങ്ങനെ ജെറിന്റെ അവസ്ഥയ്ക്ക്, ആ വഴിയുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. അധികൃതരുടെ മുന്നിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും, പക്ഷേ നമുക്കതൊന്ന് അധികൃതരുടെ മുന്നിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ചെറിയ സഹായം ചെയ്യാൻ പറ്റുമല്ലോ, അതേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൽ എല്ലാം പരിഹരിച്ച് കളയാമെന്നുള്ള ഒരു വ്യാജ വാഗ്ദാനം ഒന്നും ആർക്കും നൽകുന്നില്ല. നമ്മൾ അധികൃതരുടെ ശ്രദ്ധയിലേക്ക് വെക്കുന്നു. അധികൃതർ അത് പരിഹരിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയോടെ.